തിങ്കളാഴ്ചയാണ് വാവക്കുട്ടിയുടെ പിറന്നാള്. അപ്പോൾ പിന്നെ നാളെ തന്നെ ചെല്ലാൻ വന്നിരിക്കുകയാണ്. വൈകുന്നേരം നാളെ വൈകുന്നേരം പറ്റിയ പോവും. ഞാനേ ഉണക്കമീൻ വാങ്ങാൻ പോവാം. നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങണോ? ഒന്നും വേണ്ട. ദേഹം നന്നായാ മതിയാകും. അതിന് നല്ലോണം നിങ്ങൾ എന്തെങ്കിലും കഴിക്കൊക്കെ വേണം. എന്ത് നന്നാവണം ഇനി എവിടേക്ക് നന്നാവണം? കുഴി കാലിട്ടിട്ടോ കേട്ടിട്ടില്ലേ 10 അമ്മ ചമഞ്ഞ പെറ്റമ്മയാവും. അറിയാലേ എന്തെങ്കിലും ഒരു കറി വെക്കും മുറിങ്ങ വെച്ചിട്ട്. അതിന് എലിശ്ശേരിയാണോ പുളിശ്ശേരിയാണെന്നൊന്നും ഭേദറിയാൻ പാടില്ല. വെരി നാച്ചുറൽ. ആർക്കായാലും ഓർമ്മക്കുറവ് വരാലോ. ഇത് എക്സ്ട്രീമാ. നാടൻ ഭാഷയിൽ ആരണട ബുദ്ധി എന്ന് പറയും. അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. രാവിലെ തന്നെ ദോശ പരിപാടിയാണ്. ചെറുപയർ ദോശ, നോർമൽ ദോശ. അമ്മ ഇവിടെ ചട്ടണിയാണോ എന്തോ ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. എന്താ പരിപാടി? ചട്നി. അതായത് ഉള്ളിച്ചമ്മന്തി. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് റെഡി. കഴിക്കണ നേരം 9:30 ആണെന്നേ ഉള്ളൂ. ഓംലെറ്റ്, ചെറുപയർ ദോശ, നോർമൽ ദോശ, ചെറുപയർ ദോശ, ഉള്ളിച്ചമ്മന്തി. അമ്മുവിൻ്റെ മാസ്റ്റർ പീസ് ഐറ്റം. അമ്മ ദോശ കഴിക്കാൻ തുടങ്ങി. ദോശയും കാപ്പി, ഇതാണ് ഇവിടുത്തെ മെയിൻ ബ്രേക്ക്ഫാസ്റ്റ്. എനിക്കതാ അതേ ഇഷ്ടം. ഇന്ന് ശനിയാഴ്ചയാണ്. ഇന്ന് നമുക്ക് പോയിട്ട് ഉണക്കമീൻ വാങ്ങിച്ചു കൊണ്ടുവരാം. ലഞ്ചിന് വറുത്ത് പൊരിച്ച് കഴിക്കാം. ഇതാണ് രാവിലത്തെ വെയിലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. മഴക്കാറ് വരാൻ തുടങ്ങി. ഞാനേ ഉണക്കമീൻ വാങ്ങാൻ പോവാം. നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങണോ? ഒന്നും വേണ്ട. ദേഹം നന്നായാ മതിയാകും. അതിന് നല്ലോണം നിങ്ങൾ എന്തെങ്കിലും കഴിക്കൊക്കെ വേണം. എന്ത് നന്നാവണം ഇനി എവിടേക്ക് നന്നാവണം? കുഴി കാലിട്ടിട്ടോ പിന്നെ അല്ല എത്ര അത് വേഗം കൊണ്ടുപോകും. അതുമില്ല ആളിട്ട് ബുദ്ധിമുട്ടിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇനി പേരക്കുട്ടീനെ കാണണ്ടേ, അതിന്റെ കല്യാണം കാണണ്ടേ, അതിന്റെ കുട്ടീനെ കാണണ്ടേ, ഒക്കെ വേണം. ആ ഒക്കെ വേണം. അപ്പൊ ഒരു 90-100 പേര് ഇരിക്കണ്ടേ കുറഞ്ഞത്? ഇല്ലത്തെ മാഷ പോലെ ഇരിക്കണം. പിന്നെന്താ? അപ്പോഴേക്ക് എന്തിനാ എന്നെ പറ്റുക? അതൊക്കെ പറ്റുമെന്ന്. പിന്നെ എന്തിനാ പറ്റുക? ആൾക്ക് ആളെന്നെ വേണ്ടേ? അമ്മയ്ക്ക് അമ്മയുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും വരുമോ? കേട്ടിട്ടില്ലേ 10 അമ്മ ചമഞ്ഞ പെറ്റമ്മയാവും. അറിയാലേ പിന്നെന്താ അറിയായി? എന്നാ മതി, അറിഞ്ഞാ മതി. അങ്ങനെ ഉണക്കമീൻ വാങ്ങിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. 5-6 പാക്കറ്റ് ഉണ്ട്. 1/4 കിലോ ഉണ്ടാവില്ല. എന്നാലും അടുത്തുള്ള കടയിലൊക്കെ പോയാൽ എങ്ങനെയാണ് കിട്ടുക? നമ്മൾ മീൻ മാർക്കറ്റിൽ പോയാലേ കിലോ കണക്കിന് ലൂസായിട്ട് തൂക്കി തരുള്ളൂ. എൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട്. വല്ലാത്തൊരു നായന്നെ. ഇതേണ്ട് എൻ്റെ പിന്നാലെ വന്നിട്ട് ഇതാ ഇവിടെ വന്നിരിക്കണുണ്ട് ഗേറ്റിൻ്റെ പിന്നിൽ. ഇത് അടുത്താ വന്നിട്ട് ഇത് അവിടെ വെക്കണം. ഇന്ന് ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ മതിയോ? കഴിക്കൊന്നും വേണ്ടേ? ഇപ്പോഴല്ലേ കുളിച്ച് വന്ന ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ ചെറുതാ. ഞങ്ങളുടെ 1:40 കഴിക്കുക. എനിക്ക് പറയൂ കുട്ടി, ഇത് ഫുൾ എടുക്കണോ? അതന്നെ മതിയാവില്ലാന്ന്. ഫുള്ള് എടുക്കണോന്ന് വെച്ചാല് അല്ല, ഫുൾ എടുക്കണ വെച്ചാൽ നാളേക്ക് എടുത്ത് വെക്കാൻ പ്ലാൻ. നാളെ വേറെ ഉണ്ടാക്കാം. മൊത്തം പോന്നിട്ടുണ്ട്. വെള്ളം കഴിക്കേണ്ട അവസ്ഥയാണ്. അപ്പുറത്തുണ്ട് എന്നത് കോതമ്പം കൊണ്ടായി ഉണക്കാണ്ട് പോയി നോക്കാം. അണ്ണാർക്കോട്ട എടുത്തോണ്ടായോ? നോക്ക്. അണ്ണാർക്കോട്ടനൊന്നുമില്ല, പക്ഷെ ചെറുതായിട്ട് മറിഞ്ഞ് കിടക്കണുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. 2 മണി വരെ 10 മിനിറ്റ് കൂടി ഉണ്ട്. നമുക്ക് കഴിച്ചാലോ? ഇന്ന് ഇതാണ് ലഞ്ച്. ചോറ്, ഉണക്കമീൻ. ഹൈലൈറ്റ് ഇതാണ്. ഇതിന് അമ്മുവിൻ്റെ ഇതെന്താണ് ഇതിന്റെ പേര്? എനിക്ക് കിട്ടുന്നത് പേരറിയില്ലേ? നാട്ടില് കഴിച്ചിട്ടില്ല. എന്താ ഇതിന്റെ പേര്? നാട്ടില് മുരിങ്ങയുടെ എല്ലാം എലിശ്ശേരി ഒന്നും കൂട്ടിയിട്ടില്ല. എന്തെങ്കിലും ഒരു കറി വെക്കും മുരിങ്ങ വെച്ചിട്ട്. അതിന് എലിശ്ശേരിയാണോ പുളിശ്ശേരിയാണെന്നൊന്നും ഭേദറിയാൻ പാടില്ല. പിന്നെ നമുക്ക് അച്ചാറുണ്ട്. പിന്നെ ഇവിടെ എന്തോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് ഡ്രൈ ഫ്രൂട്ടാണ്. പിന്നെ തൈരുണ്ട്. ഇതൊക്കെയാണ് ഇപ്പം ഇന്നത്തെ ലഞ്ച്. എന്നാൽ കഴിച്ചുകൂടെ? എന്താ നോക്കിയിരിക്കണ? എങ്ങനെയുണ്ട് മീൻ വറുത്തത്? നമ്മുടെ പരിപാടിയാണ്. അമ്മ മസാല ഒക്കെ മിക്സ് ചെയ്ത് അടിപൊളിയാക്കി. എനിക്ക് ഞാൻ വർക്കിലേക്ക് തന്നെ തിരിയാണ്. എനിക്ക് ഒരുപാട് വർക്കുണ്ട് ചെയ്യാൻ. ഒരു കാര്യം ശ്രദ്ധിച്ചോ? രാവിലെ നല്ല വെയിലുണ്ടായിരുന്നു. ഇടക്കാലത്ത് മഴക്കാറ് വന്നു. അതിനുശേഷം പിന്നെ ഇപ്പൊ വെയിൽ വന്നു. ഇനി ഇത് എങ്ങനെ അങ്ങോട്ട് മാറി മാറി കളിക്കുമെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ? എന്താ ആലോചിക്കണ്? അല്ല, ഇപ്പൊ പോണത് വല്ല ഓർമ്മ ഉണ്ടോ? അത് മറന്നോ? ഓർമ്മയുണ്ട്. ഓർമ്മ ഉണ്ടല്ലേ? അയാള് ഇത്ര ആർവത്തോട് ഉത്സാഹത്തോടു കൂടി ചോദിക്കുമ്പോ അത് ചോദിച്ചത് ഞാനല്ലല്ലോ, എങ്ങോട്ട് ചോദിച്ചിട്ടല്ലേ. ഓർമ്മ ഉണ്ടാവും ചിലപ്പോ. ഇയാൾക്കൊരു റിഫ്രഷ്മെന്റ് ആയിക്കോട്ടെ എന്ന് എഴുതിയിട്ട് അച്ഛനെ ഒന്ന് വിഷ് ചെയ്യാൻ പറഞ്ഞതാണ്. അപ്പൊ പറഞ്ഞു അല്ല ഒന്ന് കക്കൂസിലായിരുന്നു, ഒന്ന് മെസ്സേജ് അയച്ചല്ല എന്റെ ഫോണിന്ന്. ഞാൻ പറഞ്ഞല്ല വന്നിട്ട് അയച്ചോളൂ. ഞാൻ മറക്കും സാറല്ല, ഞാൻ ഓർമ്മിപ്പിച്ചോളാം ഞാൻ പറഞ്ഞു.
എന്നിട്ട് നേരെ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ പോയിരുന്നു. എന്താ മെസ്സേജ് അയച്ചോ? ആർക്ക്? ഇതാണ് ഇയാളോ ഓർമ്മ. വെരി നാച്ചുറൽ. ആർക്കായാലും ഓർമ്മക്കുറവ് വരാലോ. ഇത് എക്സ്ട്രീമാ. നാടൻ ഭാഷയിൽ ആരണട ബുദ്ധി എന്ന് പറയും. അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പറഞ്ഞോ, ഇനിയിപ്പൊ അതല്ലേ പറയാൻ ബാക്കിയുള്ളൂ. അത് ക്യാമറയോട് പറയാൻ പറ്റില്ല. എനിക്കൊരു മടിയില്ല. എനിക്ക് ഓർമ്മയുടെ കാര്യത്തിൽ അരണയുടെ ബുദ്ധി എന്ന് പറയണില്ല. എനിക്ക് ഒരു മടിയില്ല. കാര്യം എടുക്കാൻ വരും. എടുക്കാൻ വന്നിട്ട് അത് എന്താ എടുക്കാമെന്ന് അവർക്ക് തന്നെ അറിയില്ല. അതെ എന്താ മേക്കപ്പ് ചെയ്യുമ്പോഴും കൂടി അടുത്തിങ്ങടെ ഫോൺ കൊണ്ട് വന്നാലേ 7 മണി നേരം ഇപ്പൊ തന്നെ ആയി. ആയി. അതിനെന്താ 1/2 മണിക്കൂർ 1 മണിക്കൂർ മേക്കപ്പ്. 1/2 നമ്മള് ഭക്ഷണം കഴിച്ചു വന്നിട്ട് 6:45 6:50 6:45 പറ. 1/4 മണിക്കൂറായില്ലേ? എന്റെ കഴിഞ്ഞിട്ട് എത്ര 6:50. എന്റെ കഴിഞ്ഞിട്ട് എത്ര നേരം? നിങ്ങൾക്ക് ആദ്യം പാന്റും ഷർട്ടെല്ലാം ഇടാൻ വേണ്ടി എനിക്ക് ഒരു 5 മിനിറ്റ് ആവും. മാറി ഇറിറ്റേറ്റ് അല്ല പോടുന്നേ. അന്ന് ചൊറിയാൻ നിക്കണേ ഫോൺ. ഞാക്ക് ചിക്കൻ പക്കോട ആണോ? ഇതാണ് അവിടെ ഉണ്ട് ചിക്കൻ പക്കോട. വേണ്ട എഗ് കൊത്തു പൊറോട്ട പോതുമാ? വേറെ ഏതാவது വേണമോ? കൊത്തു പൊറോട്ടയ്ക്ക് ഒരു കോമ്പിനേഷന് വേണ്ടിയിട്ട് 65 ഓർഡർ ചെയ്തു അല്ലേ? അങ്ങനെ ഞങ്ങളിതാ 9 മണി ആയപ്പോഴേക്ക് തിരിച്ചെത്തി. പാർക്കിലൊന്നും പോകാൻ സമയം കിട്ടിയില്ല. പാർക്കൊക്കെ അപ്പോഴേക്കും അടച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് പാർക്കിൽ പോയില്ല. ഞങ്ങൾ നേരെ ഡിന്നർ കഴിക്കാൻ കയറി. അങ്ങനെ അമ്മയ്ക്കുള്ള ബജ്ജി മേടിച്ചിട്ട് തിരിച്ചു പോന്നിട്ടുണ്ട്. തിങ്കളാഴ്ചയാണ് വാവക്കുട്ടിയുടെ പിറന്നാൾ. അപ്പോൾ പിന്നെ നാളെ തന്നെ ചെല്ലാൻ വന്നിരിക്കുകയാണ്. വൈകുന്നേരം നാളെ വൈകുന്നേരം പറ്റിയ പോവും. പോണമെന്നുണ്ട്, നോക്കാം. അതാ പ്ലാന്. കാരണം രാവിലെ നേരത്തെ അമ്പലത്തിൽ പോയിട്ട് പിന്നെ ഇതിലൊന്നും പോകാൻ നേരം കിട്ടില്ലല്ലോ. അത്രയും നേരത്തെ എണീറ്റ് പോയാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നാളെ തന്നെ പോകാമെന്ന് വെച്ചു. നാളെ ഞായറാഴ്ചയാണ്. അപ്പോൾ നാളെ പോകാമെന്നുള്ളതാണ് പ്ലാന്. അമ്മോന് നേരത്തെ അവിടെ കൊണ്ടാക്കും. ഞാൻ തിങ്കളാഴ്ച അങ്ങോട്ട് പോകാമെന്നുള്ളതാണ് പ്ലാന്. കാരണം അമ്മ പടം മാത്രം ഒറ്റയ്ക്കല്ലേ. അപ്പോൾ ഇന്നത്തെ കുട്ടി വ്ളോഗ് ഇത് അവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബായ്.